മൈ ചാനൽ ബിലാൽ വേൾഡ് ഗേസ്. എൻ്റെ ഫസ്റ്റത്തെ ഗെയിമിംഗ് വീഡിയോ. അതുപോലെ ഇന്ന് സാഡ് ന്യൂസും ഉണ്ട്. നമ്മളെ മസ്താങ്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ ബല്ലാസിൻ്റെ ഗ്യാങ്ങാന്ന് തോന്നി അടിച്ചു മാറ്റിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. മസ്താങ്ക് ഇല്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഷെയറും ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. എന്തായാലും ഓക്കെ, പരാതി കൊടുക്കാം. ഓക്കെ കേസ്, നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ഞാൻ പയ്യെ വളച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. കേസ് എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഓക്കെ, എന്തായാലും എത്താറായി പോലീസ് സ്റ്റേഷൻ. ഇത് തന്നെയാണ് കേസ് പോലീസ് സ്റ്റേഷൻ. ഞാൻ വണ്ടി ചുമ്മാ എടുത്തുകൊണ്ടിറങ്ങിയതേ ഉള്ളൂ. കുറേ ദിവസമായി കേസ് ഞാൻ മസ്താങ്കിലെ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്. മസ്താങ്കിലെ കാര്യങ്ങളിലൊക്കെ കേസ് ഓടിക്കുന്നത്. ഇത് യൂസ് ചെയ്തില്ല അങ്ങനെ. അതുകൊണ്ടൊരു വിഷയമുണ്ട്. ഓക്കെ ഓക്കെ കേസ്, എന്തായാലും നമുക്ക് അകത്ത് കയറാം. ഓക്കെ ഓക്കെ സാറേ, പിന്നെ സാറേ എൻ്റെ മസ്താങ്ങും കാര്യങ്ങളൊക്കെ മിസ്സിങ്ങാണ്. സാർ കണ്ടുപിടിച്ച് തരുമോ? കണ്ടുപിടിക്കാം. പേരെന്തുവാ? ബിലാൽ. സൗണ്ട് കേട്ടായിരുന്നു. ആ, ബല്ലാസിന്റെ ഗ്യാങ്ങാന്ന് തോന്നുന്നേ സൗണ്ട് കേട്ടിട്ട്. ശരി. ആ ഓക്കെ ഓക്കെ ശരി. സാറ് കണ്ടുപിടിക്കുക. സാറേ ലൊക്കേഷൻ അങ്ങ് മെയിനായിട്ട് അയച്ചാൽ മതി കേട്ടോ. ശരി. വിളിക്കല്ലേ, ബിസി ഉണ്ട് ഇച്ചിരി. ഓക്കെ, ഞാൻ എന്തായാലും പോട്ടെ. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ബല്ലാസിൻ്റെ ഗ്യാങ്ങാന്ന് തോന്നുന്നു. ഇനി ഈ പോലീസ് സ്റ്റേഷനില്ലേ ഗേസ്, എനിക്ക് കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ കത്തിച്ച് കളയും ഗേസ് ഞാൻ. നമുക്ക് എന്തായാലും ഈ സിറ്റി ഫുള്ള് പയ്യെ നമുക്ക് ഇങ്ങോട്ട് തപ്പം. എനിക്ക് ഡൗട്ടുള്ള ഈ എയർപോർട്ടാണ്. നമുക്ക് എയർപോർട്ടൊന്ന് ഫുള്ളും തപ്പണം. നമ്മൾ എയർപോർട്ട് വേണ്ട, നമുക്ക് പറ്റില്ല അവിടെ പോയി തപ്പാം. എവിടാ ഇച്ചിരി പയ്യെ പോവാണ് ഗേസ്. പക്ഷെ ഇവിടെ എത്തി ചാടും ഗേസ്, വണ്ടി ചാടും. കണ്ട പറഞ്ഞില്ലേ ഗേസ്. അവിടെ എന്ത് ലംബോർഗിനിയുടെ പാർട്സൊക്കെ കിടപ്പുണ്ടോ? ഓക്കെ, എനിക്ക് ഇവിടെയാണ് ഗേസ് ഇതുള്ള. നോക്കട്ടെ ഗേസ്, ഒരു മിനിറ്റ്. ഓക്കെ, എനിക്കെന്തോ ലൊക്കേഷൻ വന്ന്. ആ ലൊക്കേഷൻ കിട്ടി ഗേസ്. എന്തായാലും അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മളെ ഇവിടെ ഒരു മാൻഷൻ്റെ സൈഡിലായിട്ട്, നമ്മളെ വീട്ടിൻ്റെ അവിടെ ഉള്ള ഒരു മാൻഷൻ്റെ സൈഡിലായിട്ട് കാണിക്കുന്നത്. എന്തായാലും നേരെ പോകാൻ അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ നേരെ പോകുന്നുണ്ട് ഗേസ്. ഓക്കെ, ഈ സൈഡിലോട്ട് പോകാനാണ് കാണിക്കുന്നത്. ഈ സൈഡിലോട്ട് പോകാം. പിന്നെ നേരെ പോകാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഞാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാറിനൊരു ഗിഫ്റ്റ് കൊടുക്കാം. സാറ് പറഞ്ഞു വണ്ടി മോഡിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങാണ്ട അല്ല കേസ്, നേരെ ഇങ്ങോട്ടാ. വണ്ടി മോഡിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ അറിയാം എന്താകുമെന്ന്. കൊണ്ടുവരണമെന്നും കൂടി പറഞ്ഞു കേസ്. എനിക്കറിഞ്ഞൂടെ എന്തുവാന്ന്. പെറ്റി അടിക്കുമെങ്കിൽ അതിനൊരു 1000 രൂപ പെറ്റിയ. അതാ ടാസ്ക്. ഇവിടെ എങ്ങാണ്ടാണ് ഈ കാണിക്കുന്നത് ലൊക്കേഷൻ. കേസ് എന്തായാലും നമുക്ക് വളച്ചെടുക്കാം. അങ്ങോട്ടാണ്. ഓക്കെ യെസ്, ആ ഒരു പോർച്ചിലായിട്ടാണ് കേസ് കാണിക്കുന്നത്. അത് ഇവിടെ ആയിട്ടാണ്. ഓ ഗേസ്, നമ്മളെ മസ്താങ് കിടപ്പുണ്ട്. എൻ്റെ മോളെ, നമ്മളെ മസ്താങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വല്ല പോറിനും പറ്റും. ആ ബല്ലാസ് ഗ്യാങ് എവിടെ? അവരെ പിടിച്ചെന്ന് പറഞ്ഞായിരുന്നു കേസ്. എന്തായാലും നമുക്ക് ഇതും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാം. അതിന് നമ്മളെ ആ കാർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ആ കാർ ഇവിടെ കിടക്കട്ടെ. എന്താവും എനിക്ക് ഒരു പിടിയും ഇല്ല. പക്ഷെ എന്താവുന്ന എനിക്ക് ഒരു പിടിയും ഇല്ല. നമ്മളെ പുതിയ കാറാണ്. നമ്മളെ വണ്ടി പിടിച്ചതാണ്. പിന്നെ എനിക്ക് എന്താന്ന് പോലും പറഞ്ഞൂടാ. ഇതിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് പോവാം. 1000 രൂപ പെറ്റി അടിക്കല്ലേന്ന് വിചാരിച്ചോണ്ടാ പോണ. പെറ്റി അടിക്കും ഉറപ്പാ. എന്നാലും ഫുള്ള് മോഡിഫൈഡാണ്. ഇവിടെ മോഡിഫൈ ചെയ്ത വണ്ടിയെല്ലാം പിടിച്ച് 1000 രൂപ പെറ്റിയേ ഗൈസ്. അതാ എനിക്കൊരു പേടി ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ. കാര്യം ചെയ്താലാ നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ ഫുള്ളം കത്തിച്ചാലാ? വേണ്ട ഗൈസ്, പിന്നെ നമ്മളെ വെറുതെ വെച്ചിരിക്കില്ല ആരും. ഒരു ഉണ്ട് അതെന്തുവാ? നമുക്ക് എന്താന്ന് നോക്കണം ഗൈസ്. മേളിലൊക്കെ കയറി നമുക്ക് നോക്കാം.
അതിന് മുമ്പേ നമുക്ക് പെറ്റി അടിക്കില്ലേന്ന് വിചാരിച്ചിരിക്കുക. അതിനാ പെറ്റി എന്ന് പറയാൻ. നമുക്ക് എന്തായാലും ടാങ്ക് പറയാൻ സാധനം എടുത്ത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ. സാറേ എന്താ? ടാങ്ക് വണ്ടി കിട്ടി. ആ വണ്ടി ഫുള്ളും മോഡിഫൈഡ് ആണല്ലോ. ഓ സാർ എന്ത് ചെയ്യാനല്ലേ, 1000 രൂപ ഫൈന്. ഞാൻ വിചാരിച്ചത് നടന്നിട്ടുണ്ട് കേസ്. ആ സാറേ ഇതിനകത്ത് കയറുന്ന? വേണ്ട ഫൈൻ എടുത്തിട്ട് പോയാൽ മതി. ആ ശരി. സോപ്പിടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്തൊക്കെയായാലും. എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ ഇട്ടൊന്ന് റൈഡ് കാണിക്കാം. ഇത്ര ആൾക്കാരിരിക്കുന്നില്ലേ, കാണിട്ട് നമ്മളെ വണ്ടി. നമുക്ക് സ്കിഡ് അടിപ്പിക്കാൻ നോക്കാം. ഈ ഗെയിമിന് ആ സ്കിഡ് അടിക്കാൻ ഇച്ചിരി പാടാകും. വേറെ കാര്യം. പിന്നെ സോപ്പിടാൻ നോക്കിയാൽ നടക്കില്ല, പെറ്റി അടിച്ചേ പറ്റൂ. അടിക്കാം സാറേ, അടിക്കാം. നമ്മള് നൈസായിട്ട് മുങ്ങാം. പെറ്റി എടുത്തിട്ട് പോ. അയ്യോ ഇനി നടക്കത്തില്ല. അടയ്ക്കാം. എന്നെ വഴിക്ക് വാ. ശരി സാറേ, വഴിയൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് അതിനകത്ത് പോവാം. സാറേ പെറ്റി എത്ര? 1000. ഓക്കെ സാറേ, താങ്ക് യു കേസ്. നമ്മളങ്ങനെ വണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് കേസ്. രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഈ കാർ അങ്ങോട്ട് നമുക്ക് എടുക്കാം. കേസ് ഞാനൊരു സാധനം കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. സാറേ ബൈ, ഗുഡ് ബൈ, ടാറ്റാ, സീ യു. കേസ് നമുക്ക് ഇനി അവിടെ എന്തോ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കേസ് ഒരു ഇവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നെന്ന് തോന്നുന്നു. എന്തായാലും നോക്കിയിട്ട് പോവാം. നമ്മളെപ്പോലെ റൈഡ് കാണിച്ച് വന്നായിരിക്കും കേസ്. അവിടെ എവിടെയെങ്കിലും ഇടിച്ച് ചത്തായിരിക്കും. അളിയാ പൊന്നളിയാ ചത്താ. കേസ് ചത്തില്ല. കേസ് നമുക്ക് എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കയറി നോക്കാം. ഓക്കെ സമയമില്ല ഇവിടെ, ഒന്നാമത്തെ കാര്യം. ഓക്കെ വണ്ടി നമുക്ക് അവനെ വെറുതെ വിടാം കേസ്, പാവം. ഇവിടെയാണ്, ഇവിടെ തന്നെ, ആ സൈഡിലായിട്ടാണ് കാണിക്കുന്നത്. അല്ല അവിടെ പോവാം നമുക്ക്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. മേളിൽ കയറാൻ പറ്റുമോ നമുക്ക് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇച്ചിരി പവർ ആവട്ടെ, നമുക്ക് മേളിൽ കയറാം. ചോദിക്കാതെ കയറാം, അതിൻ്റെ ഒരു സുഖം വേറെ ലെവലാണ്. ഓടിക്കയറാം. പക്ഷെ ഇത് കയറാൻ 1/2 മണിക്കൂർ എടുക്കും. പിന്നെ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, എനിക്ക് അത്രേ പറയുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.